എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ജൂൺ 12-ാം തീയതിയാണ്. കൂടാതെ ഇന്ന് പ്രദോഷം കൂടിയാണ്. വെള്ളിയാഴ്ച പ്രദോഷം വരുമ്പോൾ നമ്മൾ ശുക്ര പ്രദോഷം എന്നാണ് പറയാറുള്ളത്. ശിവ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പ്രദോഷ വ്രതത്തിനു പിന്നിലുള്ള ഐതിഹ്യ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുരാതന കാലത്ത് ദേവന്മാരും അസുരന്മാരും കൂടി അമൃത് നേടുന്നതിനായി പാലാഴി മഥനം നടത്തുവാൻ തീരുമാനിച്ചു. മന്ദര പർവ്വതത്തെ മദനദണ്ഡാക്കിയും അതുപോലെ തന്നെ വാസുകി നാഗത്തെ കയറാക്കിയും അവർ മഥനം ആരംഭിച്ചു. മഥനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പുറത്തു വന്നത് കാളകൂട വിഷമായിരുന്നു. ആ വിഷത്തിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. വിഷത്തിന്റെ ചൂടിൽ ദേവന്മാരും അസുരന്മാരും ഭയന്നോടി. ലോകത്തെ രക്ഷിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ആ സമയത്ത് എല്ലാവരും മഹാദേവനെ അഭയം പ്രാപിച്ചു. ഭക്തരുടെ വിഷമം കണ്ട മഹാദേവൻ ആ വിഷം കയ്യിൽ എടുത്ത് കുടിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വലിയ ലോകം നശിക്കും എന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു. വിഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ തന്നെ തങ്ങി നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് നീല കളറായി മാറി. അതിനുശേഷമാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. അന്ന് ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയമായിരുന്നു. ദേവന്മാർ കൈലാസത്തിൽ ശിവഭഗവാനെ ചുറ്റി നിന്ന് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്ദീശ്വരന്റെ മുൻപിൽ അവർ ഭഗവാനെ ആരാധിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ സന്ധ്യാസമയത്ത് താണ്ഡവ നടനം ആടി ദേവന്മാർക്ക് അനുഗ്രഹം നൽകി ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. ഈ ദിവ്യ സംഭവം നടന്ന സന്ധ്യാസമയമാണ് പ്രദോഷകാലം എന്നറിയപ്പെടുന്നത്. അന്നു മുതൽ എല്ലാ ത്രയോദശി ദിവസങ്ങളിലും സന്ധ്യാസമയത്ത് ശിവഭഗവാനെ ആരാധിക്കുന്ന പതിവ് ആരംഭിച്ചു. ഇതാണ് പ്രദോഷ ദിനത്തിന്റെ പ്രധാന ഐതിഹ്യം. പ്രദോഷ ദിനത്തിന്റെ മഹത്വം എന്തെന്നാൽ ശിവഭഗവാന്റെ പ്രീതി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പാപക്ഷയവും കുടുംബ സൗഖ്യവും ഐശ്വര്യം ആരോഗ്യവർധന എന്നിവ ഉണ്ടാകുമെന്ന് ഭക്തർ കരുതുന്നു. കൂടാതെ നന്ദീശ്വരനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രദോഷ ദിനത്തിൽ ശിവഭക്തർ ഉപവാസം നടത്തി സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ആരാധിക്കുന്നത്. ഇനി പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. പ്രദോഷം ത്രയോതിഥിയിലെ സന്ധ്യാസമയത്ത് ആണ്. സൂര്യാസ്തമയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പും ശേഷവും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. പലരും ദിവസം മുഴുവൻ അനുഷ്ഠിക്കുന്നവരുണ്ട്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാവുന്നതാണ്. പഴം, പാൽ, വെള്ളം എന്നിവ മാത്രം കഴിച്ചും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യുക. ശിവലിംഗത്തിൽ പാൽ, ഇളനീർ, ജലം എന്നിവ അഭിഷേകം നടത്താൻ കൊടുക്കാവുന്നതാണ്. കൂടാതെ അർച്ചന ഒക്കെ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ചൊല്ലുന്ന ഒരു നാമം എന്നുള്ളത് നമഃശിവായ എന്നതാണ്. നമഃശിവായ എന്ന 5 അക്ഷരം പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സന്ധ്യയ്ക്ക് ചൊല്ലേണ്ട മന്ത്രം മവ ശിവ എന്നുള്ളതാണ്. നമഃശിവായയിൽ നിന്നുള്ള അക്ഷരങ്ങളാണ് മവ ശിവ എന്നുള്ളത്. മ എന്നുള്ളത് വെള്ളത്തിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. വ കാറ്റിനെയാണ്. ശി എന്നുള്ളത് അഗ്നിയെയാണ്. അത് എല്ലാം നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സന്ധ്യാസമയത്ത് മവശിവ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കാവുന്നതാണ്. കൂടാതെ വെള്ളിയാഴ്ചയായതുകൊണ്ട് ലക്ഷ്മി ദേവിയെയും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് രാഹുകാല സമയത്ത് ലളിത സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിലിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. ഈ ഒരു മാസത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ്. കാരണം ഇത് ഇടവമാസം ആണ്. ഇടവമാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ
ശുക്രഭഗവാന്റെ അനുഗ്രഹം നല്ലപോലെ ലഭിക്കും. എല്ലാവരും പ്രദോഷ വ്രതമൊക്കെ എടുത്ത് ശിവഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒക്കെ പ്രാർത്ഥിച്ച് നല്ല ഐശ്വര്യമായ രീതിയിൽ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.